ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബോൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹെയർ ബോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സാറ്റൻ്റെ ക്ലോത്താണ്. ഞാൻ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 11.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് എടുത്തേക്കുന്നത് ഒരു 6.2 എടുത്തേക്കുന്നത്. ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. വീണ്ടും നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സൂചി എടുത്തിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇനി ആ നൂലൊന്ന് ചുറ്റുക, ആ ബോവിനൊന്ന് ചുറ്റുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ബീഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വച്ചേക്കുന്നത് സീക്വൻസാണ്. അപ്പോൾ ആദ്യം 2 സീക്വൻസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തേക്കുന്ന വൈറ്റ് ബീഡാണ്. അപ്പോൾ അതൊന്ന് കോർത്ത് കൊടുക്കുക. ഇനി വീണ്ടും 2 സീക്വൻസ് വയ്ക്കുക, ബീഡ് വയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ആ മിഡിൽ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഫുള്ളും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കോർത്ത ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കൊണ്ടുവരാം. ഇതുപോലെ ചെയ്യുക. എന്നിട്ട് പതിയെ ഒന്ന് വലിക്കുക. ഇനി ആ മിഡിലിൽ കൂടെ ഒരു പ്രാവശ്യം ഒന്ന് നൂല് ചുറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഹെയർ ബോ ആണ്, ഹെയർ ബുഷ്. അപ്പോൾ ആ ഹെയർ ബുഷ് ഇതുപോലെ ഒന്ന് മിഡിലിൽ വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഹെയർ ബോ ഉണ്ടാക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് എയർ ബോ പോകാത്ത വിധം നന്നായിട്ട്
ടൈറ്റായിട്ട് തുന്നിക്കൊടുക്കുക. ഇതാ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇനി എക്സ്ട്രാ വന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഹെയർ ബോ നമുക്കും ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.